അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ വടുതല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ നിന്നും പെരുമ്പളത്തേക്ക് പോകാനായിട്ട് ഒരു പുതിയ പാലം വന്നിട്ടുണ്ട്. ആ പാലത്തിൻ്റെ കാഴ്ചയാണ് നിങ്ങളെയും കാണിക്കുന്നത്. ഇവിടെ ഒരു പെരുമ്പളം ദ്വീപാണ്. ആ ദ്വീപ് ആണ് എൻ്റെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീഡിയോയിൽ. ഇപ്പം ഈ കാണുന്നതൊക്കെ പെരുമ്പളം ദ്വീപിൻ്റെ ആ കാഴ്ചകളാണ്. കാണാൻ പറ്റുന്നുണ്ടോ? നേരെ നോക്കി കാണാം ഇങ്ങനെ ഒരു ദ്വീപിൻ്റെത്. ഈ വടുതലയും പെരുമ്പളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. പാലത്തിൻ്റെ പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. ഇവിടെയാണ് ഇക്കരെയാണെങ്കിലും ആൾക്കാരുടെ പണിയൊക്കെ, അങ്ങോട്ട് വണ്ടി ഇപ്പോൾ കയറ്റി വിടത്തില്ല. ഇന്നിപ്പം ഡേറ്റ് വരുന്നത് 2026 ഫെബ്രുവരി മാസം 21-ാം തീയതി. ഏകദേശം മാർച്ച് മാസം അടുത്ത ആഴ്ച കൂടി ഉദ്ഘാടനം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇതിൻ്റെ പാലം പണിയൊക്കെ തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ കാണുന്നതാണ് ആ പാലം. ഇതാ നേരെ കാണുന്നതാണ്, കണ്ടോ, അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്നതാണ് ഇതിൻ്റെ ദ്വീപ്. അവിടെ കുറേ വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് ആൾക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. കാരണം ഇവിടെ കടത്ത് മാർഗമാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ പാലം വന്നതോടുകൂടി അവർക്കെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് പോകുവാൻ സാധിക്കും. ഇത് നടുഭാഗത്താണ് ബോസ്ട്രിങ്, 3 ബോസ്ട്രിങ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങോട്ട് പോയി നോക്കാം എങ്ങനെയാണെന്നുള്ളത്. 3 ബോസ്ട്രിങ് ആർച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻട്രലായിട്ട്. 2 സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന് 1157 മീറ്റർ നീളമാണ് ഉള്ളത്. നമുക്ക് ആ ബോസ്ട്രിങ്ങിൻ്റെ അടുത്തേക്ക് പോവാം. എങ്ങനെയാണെന്ന് നോക്കാം. അവിടെ എങ്ങനെയാണെന്നുള്ള സെൻട്രൽ ഭാഗമാണ്. ഈ വടുതല എന്ന് പറയുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയാണ്. ആലപ്പുഴ ജില്ലയിൽ നിന്നും അക്കരെ സൈഡ്, അതും ആലപ്പുഴ ജില്ലയാണ്. പെരുമ്പളം ദ്വീപും ആലപ്പുഴ ജില്ലയാണ്. പോയെന്നാൽ പിന്നെ അവിടെ നിന്നും ബോട്ട് മാർഗമേ പൂത്തോട്ട എന്ന് പറയുന്ന ഭാഗത്തേക്ക് പോകാൻ പറ്റും. അവിടെ നിന്നും എറണാകുളം ജില്ലയാണ് അടുത്തത്. ഇപ്പോൾ ഏകദേശം 12 മണിയായി. രാവിലെയും വൈകുന്നേര സമയങ്ങളിലൊക്കെ നല്ല തണലുള്ള സമയമാകുമ്പോൾ ഇവിടെ നല്ല രസമാണ് കാണുവാൻ ഈ സ്ഥലം. അതായത് വേമ്പനാട്ട് കായലിന് കുറുകെയുള്ള ഒരു വലിയ മഴവില്ല് വിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഈ ബോസ്ട്രിങ്ങിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമുക്ക് ദൂരെ നോക്കിയാൽ സാധിക്കും, ഒരു മഴവില്ല് പോലെ ഇരിക്കും. അതായത് മഴവില്ലിൻ്റെ കളറുകളാണ് കൊടുത്തേക്കുന്നത്. നോക്കിക്കേ, ഇതിൻ്റെ കളറൊക്കെ ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് അടുത്ത് ഇരുന്നിട്ട്. കണ്ടോ, ഇതിൻ്റെ കളർ കണ്ടോ? മഴവില്ലിൻ്റെ കളർ തന്നെയാണ്. സൂര്യപ്രകാശം കൊണ്ട് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക്, എന്നാലും ഏകദേശമൊക്കെ ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. അതായത് 3 ബോസ്ട്രിങ്ങാണ് കൊടുത്തേക്കുന്നത്. ബോസ്ട്രിങ് ആർച്ച് പാലം കണ്ടോ. ഇപ്പം പണി നടക്കുന്നതുകൊണ്ടാണ് ഇതിൽ തിരക്ക് കുറവുള്ളത്. ഈ പണിയൊക്കെ തീർന്നു കഴിഞ്ഞാൽ ധാരാളം ആൾക്കാർ ഈ പാലമൊക്കെ ഒന്ന് കാണുവാൻ വരും. നല്ല രസമാണ് കാണുവാനായിട്ട്. ഇതാണ് ഒരു ബോസ്ട്രിങ്. അടുത്തത് ഇങ്ങനെ തുടങ്ങുന്നത് കണ്ടോ, 2. അത് കഴിയുമ്പോൾ അപ്പുറത്തൊരെണ്ണം 3. എല്ലാത്തിനും ടോപ്പിൽ കൊടുത്തേക്കുന്നത് മഴവില്ലിൻ്റെ കളറാണ്. ഇത് വില്ലും ഞാണും ചേർന്ന ഒരു രൂപമാണ്. അതായത് പാലത്തിൻ്റെ ആ ഭാഗത്ത് പാലത്തിന് 12 മീറ്റർ വീതിയുണ്ട്. ബാക്കി ഭാഗങ്ങളിൽ 11 മീറ്റർ വീതി. അതാണ് ഈ പാലത്തിൻ്റെ ആകെ വീതി വരുന്നത്. ഈ ദ്വീപനിവാസികൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടായിരുന്നു വർഷങ്ങളായിട്ട്. 14 വാർഡുകളാണ് ഈ പെരുമ്പളം ദ്വീപിന് ഉള്ളത്. പെരുമ്പളം പഞ്ചായത്ത്. ഇതിനെ പുറം ലോകവുമായി ബന്ധിപ്പിച്ചിരുന്നത് ബോട്ട് ജങ്കാർ സർവീസുകളാണ്. കൊച്ചി ഭാഗത്തേക്ക് പൂത്തോട്ട, സൗത്ത് പറവി സർവീസുകളും ആലപ്പുഴയിലേക്ക് പാണാവള്ളി സർവീസാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് ഈ പാലം. ഈ പാലത്തിന് അക്കരയിലേക്ക് പോകാനായിട്ട് നല്ല വെയിലുണ്ട്. എനിക്ക് ആ അക്കരയിലേക്ക് പോകാൻ സാധിക്കുന്നാലും ഞാനിവിടെ നിന്ന് ഈ വീഡിയോ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് പണി കഴിയുമ്പോൾ നല്ല രസമായിരിക്കും പാലം കാണുവാനായിട്ട്.
നേരെ കാണാൻ പറ്റുന്നുണ്ട്. അതാണ് കൊച്ചിയുടെ നേരെയുള്ള ഭാഗങ്ങളാണ് ആ കാണുന്നത്. ടവർ കാണുന്നുണ്ട് അവിടെ. എറണാകുളം ജില്ലയുടെ പല പല ഭാഗങ്ങളാണ് കാണുന്നത്. അതായത് ഏകദേശം 12,000-ഓളം ജനങ്ങൾ താമസിക്കുന്ന ഒരു ദ്വീപാണ് ഈ പെരുമ്പളം ദ്വീപ്. അവിടുത്തെ ജനങ്ങളുടെ ഒരു വലിയ സ്വപ്നം, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു ഇങ്ങനെ ഒരു പാലം നമുക്ക് ലഭിക്കുക എന്നത്. അതിനെ സൂചിപ്പിക്കുന്നത് കൂടിയാണ് ഈ മഴവില്ലിൻ്റെ കളറിലെ. അപ്പോൾ അവർ പറയുന്നത് 7 അല്ല 700 നിറങ്ങളാണ് എന്നാണ് പറയുന്നത്. അതായത് മഴവില്ലിൻ്റെ കളർ 7 ആണെങ്കിലും അവർ പറയുന്നത് 7 അല്ല 700 നിറങ്ങളുടെ ആ ഒരു സന്തോഷമാണ് അവർക്ക് കിട്ടുന്നതെന്നാണ് അവർ പറയുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഈ റോഡിൻ്റെ അക്കരയിൽ പെരുമ്പളം ഭാഗത്ത് റോഡ് ചേരുന്ന ഭാഗത്ത് ഒരു ചതുപ്പ് നിലമായിരുന്നു. അവിടെ 8,000-ഓളം തെങ്ങിൻകുറ്റികൾ താഴ്ത്തിയും ചെമ്മണ്ണ് നിറച്ചുമാണ് ഭൂമി ഉയർത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടിയാണ് അവിടെ ഈ പാലം പണിയുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്തത്. അതായത് നമ്മുടെ കേരളത്തിൽ ഈ തെങ്ങിൻകുറ്റി ഇല്ലാഞ്ഞിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഈ തെങ്ങിൻകുറ്റികളൊക്കെ എത്തിച്ചത്. തെങ്ങുറ്റി ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ചെമ്മണ്ണ് നിറച്ച് പാലം ആ റോഡ് നിരപ്പാക്കിയത്. ഇതാണ് ഇതിൻ്റെ സൈഡിൽ നിന്നുള്ള ആ കാഴ്ച, ബോസ്ട്രിങ്ങിൻ്റെ സൈഡ് കാഴ്ച. ഇതിൻ്റെ സൈഡിലും കാൽനട യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയുള്ള ആ ഒരു വഴി ഒരുക്കിയിട്ടുണ്ട് 2 സൈഡിലും. അപ്പോൾ ആൾക്കാർക്ക് സൈഡിലൂടെ നടന്നു പോകാം, വാഹനങ്ങൾ നടുക്കൂടെ പോകും. നല്ല ഉയരമുണ്ട് ഈ പാലത്തിന്. നോക്കിക്കേ, ഇതിൻ്റെ സൈഡ് ഭാഗമായിട്ട് വെള്ളത്തിൽ നിന്ന് നല്ല ഹൈറ്റിൽ ഈ കാണുന്നതാണ് ഇപ്പുറത്തെ സൈഡ് ബോസ്ട്രിങ്ങിൻ്റെ. ഈ വെള്ളത്തിൽ ഇതുപോലത്തെ ഇങ്ങനെ വാർത്ത് വെച്ചേക്കുന്നത് കുറ്റി പോലെ കാണുന്നുണ്ട്. ഇനി വല്ല ബോട്ടോ വല്ലതും വരുമ്പോൾ ആങ്കറിങ്ങിന് വല്ലതാണോന്നും അറിയത്തില്ല. അങ്ങനെ കുറേ ഭാഗത്ത് ഞാൻ കണ്ട് ഈ കുറ്റി പോലത്തെ സാധനം കോൺക്രീറ്റ് ചെയ്തേക്കുന്നത്. ഇതാണ് ഇപ്പുറത്തെ സൈഡ്. ഇവിടെയും ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ നടപ്പാത ഉണ്ടെന്ന്. കൊള്ളാം, നല്ല ഹൈറ്റുണ്ട്. ഈ ബോസ്ട്രിങ്ങിൻ്റെ ഈ ഭാഗമാണ് ഈ പാലത്തിന് ബലം കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായിട്ടും പണിത് കഴിയുമ്പോൾ ഇവിടെ ധാരാളം ആൾക്കാർ ഇത് കാണുവാനായിട്ടൊക്കെ എത്തിച്ചേരും ഈ സ്ഥലത്ത്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോൾ ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം അടുത്ത ആഴ്ച ഉണ്ടാകും. അതായത് മാർച്ച്, ഇന്ന് ഫെബ്രുവരി മാസം ഏകദേശം 21 വരെയായി. അടുത്ത മാസമാണ് ഈ പാലത്തിൻ്റെ ഉദ്ഘാടനം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്ത മാസം ആദ്യത്തേക്ക് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ പാലത്ത് ഇപ്പം ഞാൻ വന്നത് ആലപ്പുഴ നിന്നാണ് വന്നത്. ആലപ്പുഴ വന്നിട്ട് ആലപ്പുഴ ചേർത്തല വന്ന്, ചേർത്തല തവണക്കടവ്, പള്ളിപ്പുറം അങ്ങനെ വന്ന് ഇവിടെ പാണാവള്ളി വന്നിട്ടാണ്. ഞാൻ പാണാവള്ളി വന്നിട്ട് റൈറ്റിലേക്ക് കയറിയാണ് ഞാൻ വന്നത്. അപ്പോഴാണ് നമ്മുടെ ഈ സ്ഥലത്ത് എനിക്ക് വരുവാൻ സാധിച്ചത്. സ്വന്തം വാഹനമുള്ളവർക്കൊക്കെയാണ് ഇത്. ഇവിടെ ചേർത്തല നിന്ന് ബസ്സുണ്ട്, പ്രൈവറ്റ് ബസ് സിസ്റ്റം പോലെ ഉണ്ട് ഇവിടെ വരുവാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ഈ ഒരു പാലം കാണുവാൻ ശ്രദ്ധിക്കുക. സമയം കിട്ടുമ്പോൾ ചുമ്മാ ഒന്ന് കാണുവാൻ വരിക. അതായത് നമ്മുടെ ഈ ഗ്രാമപ്രദേശം, ഈ ഒരു ദ്വീപിൽ ഇങ്ങനെ ഒരു പാലം വരുമ്പോൾ എങ്ങനെയാണത്, ചുമ്മാ ഒരു സമയം പോക്കിനായിട്ട് മാത്രം എടുത്താൽ മതി. നമ്മുടെ ചേർത്തല താലൂക്ക് തന്നെയാണത്, ആലപ്പുഴ ജില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഞാനിവിടെ പൂർണ്ണമാക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ ഗുഡ് ബൈ.